ലോകത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ രാജ്യം എന്നറിയപ്പെടുന്നതും ഏറ്റവും ചെറിയ കടൽ തീരമുള്ളതും പ്രഭുക്കന്മാരുടെ പർദീസ എന്നറിയപ്പെടുന്നതും ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ വസ്തുവില ഉള്ളതുമായ രാജ്യം എന്നറിയപ്പെടുന്ന മൊണാക്കോയെ പറ്റിയുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പോസ്റ്റ്. ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള രാജ്യമാണ് മൊണാക്കോ. ഇവിടെ താമസിക്കുന്ന ഭൂരിഭാഗം പേരും കോടീശ്വരന്മാരാണ്. വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നതിലെ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ഇവിടുത്തെ കസിനോകളാണ്. ചൂതുകളിയാണ് ഇവരുടെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ആഡംബരത്തിന്റെ ഒരു പൂർണ്ണ രൂപമാണ് മൊണാക്കോ എന്ന് പറയാം. ലക്ഷറിയസ് ആയിട്ടുള്ള കാറുകൾ ഇവിടുത്തെ റോഡുകളിലെ ഒരു പ്രധാന കാഴ്ച തന്നെയാണ്. ഇവിടുത്തെ ഒരു ജോഗ്രഫി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മിക്ക കൺസ്ട്രക്ഷൻസും മലകളെ നിരത്തിയിട്ടോ അല്ലെങ്കിൽ അതിന്റെ മുകളിലായിട്ടോ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് മാള് തന്നെ പണിഞ്ഞിരിക്കുന്നത് മല തുരന്ന് അതിനുള്ളിലാണ്. ഇവിടെ ജോലിക്ക് വരുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളും വരുന്നത് ഫ്രാൻസിൽ നിന്നുമായിരിക്കും. ഇതിനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊണാക്കോ ഭൂപ്രദേശ അതിരുകൾ പങ്കുവയ്ക്കുന്നത് ഫ്രാൻസും മെഡിറ്ററേനിയനുമായിട്ടാണ്. നിലവിൽ ഇവിടുത്തെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഭരണഘടന അധിഷ്ഠിതമായിട്ടുള്ള ഏകാധിപത്യ രാജ്യമാണ്. നിലവിലെ ഭരണാധികാരി ആൽബർട്ട് II ആണ്. മൊണാക്കോ ഒരു സ്വതന്ത്ര രാജ്യമാണ് എങ്കിലും ഇതിന്റെ പ്രതിരോധ ചുമതല ഫ്രാൻസിന്റെയാണ്. മൊണാക്കോ ഫ്രാൻസുമായിട്ട് അതിര് പങ്കുവയ്ക്കുന്നത് കൊണ്ടും ഏറ്റവും അടുത്തുള്ള രാജ്യം ഫ്രാൻസ് ആയതുകൊണ്ട് തന്നെയും ഇവരുടെ അതായത് മൊണാക്കോയിലെ പ്രധാന ഭാഷ ഫ്രഞ്ച് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഏറ്റവും ചെറിയ കടൽ തീരമുള്ള രാജ്യമാണ് മൊണാക്കോ എന്ന്. ഇവിടുത്തെ കടൽ തീരം എന്ന് പറയുന്നത് 3 കിലോമീറ്റർ മാത്രം വിസ്തീർണം ഉള്ളതാണ്. BC 6-ാം നൂറ്റാണ്ടില് ലിഗൂറിയൻ വംശജരായിരുന്നു മൊണാക്കോയിൽ താമസിച്ചിരുന്നത്. അന്ന് മൊണാക്കോ എന്നല്ല അറിയപ്പെട്ടിരുന്നത്. പിന്നീടാണ് ഇവിടെ മൊണാക്കോ എന്നറിയപ്പെട്ടത്. മൊണാക്കോയിലെ ജനങ്ങളെ വിശേഷിപ്പിക്കുന്നത് മൊണഗാസ് എന്നാണ്. 1999 ജനുവരി 1-നാണ് ഇവിടുത്തെ പുതിയ നാണയ വ്യവസ്ഥയായിട്ടുള്ള യൂറോ അവതരിപ്പിച്ചത്. 2002 ജാനുവരി 1 മുതൽ നാണയങ്ങളും ബില്ലുകളും അവതരിപ്പിക്കാനും തുടങ്ങി. ഇവിടുത്തെ സാമ്പത്തിക വികസനം ഉയർന്നതിന്റെ ഒരു കാരണം കാസിനോകളാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തില് മൊണാക്കോയിലെ ആദ്യ കാസിനോ ആയിട്ടുള്ള മോണ്ടെ കാർലോ കാസിനോയും പാരീസിലേക്കുള്ള റെയിൽവേ ലൈനും വന്നതോടെ മൊണാക്കോയുടെ സാമ്പത്തിക വികസനം ഉണർന്നു. മൊണാക്കോയുടെ സൗമ്യമായ കാലാവസ്ഥ, പ്രകൃതി ദൃശ്യങ്ങൾ, ചൂതാട്ടത്തിനുള്ള സൗകര്യങ്ങൾ തുടങ്ങിയവ വിനോദസഞ്ചാരികളെ മൊണാക്കോയിലേക്ക് ആകർഷിക്കുന്നു. ഇവിടെ താമസിക്കുന്നതിൽ 30% ആളുകളും കോടീശ്വരന്മാരാണ്. സമുദ്ര സംരക്ഷണത്തെ കുറിച്ചുള്ള ഗവേഷണ കേന്ദ്രമായ മൊണാക്കോ ലോകത്തിലെ ആദ്യത്തെ സംരക്ഷിത സമുദ്ര ആവാസ വ്യവസ്ഥകളിൽ ഒന്നാണ്. ഒരു സ്ക്വയർ മീറ്ററിന് 50 ലക്ഷം രൂപയാണ് ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മൊണാക്കോയ്ക്ക് ഇൻകം ടാക്സ് ഇല്ല. ചുരുക്കി പറഞ്ഞാൽ സമ്പന്നന്മാർ കുമിഞ്ഞുകൂടി ജീവിക്കുന്ന രാജ്യം എന്ന് മൊണാക്കോയെ പറയാം. സോ ഗൈസ്, മൊണാക്കോയെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.